ഒരു ദിവസം ഒരു ഔട്ട്ലെറ്റിൽ 5 പീസ് വെച്ച് പോയി കഴിഞ്ഞാൽ ഡെയിലി 150 പീസാ. ആ പിന്നെ നമ്മുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി ജനങ്ങളിലേക്ക് കൂടി എത്തിക്കഴിഞ്ഞാൽ കഥ മാറി മോളെ. കഥ മാറട്ടെ. പ്രവാസി നന്ദൻ വലിയ വ്യവസായി ആകട്ടെ. അസല് പേരയ്ക്ക മോൾക്ക് കൊടുത്തോ? മൂക്ക് കൊടുത്തോളാം. ബാ. അപ്പോ ദാ. അയ്യേ, ഡൈനിങ് ടേബിളിന്റെ മുകളിൽ വെച്ചാണ് പട്ടിയെ കളിപ്പിക്കുന്നത്. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സ്ഥലമല്ലേ ഇത്? അപ്പോഴേക്ക് മാറ്റാലോ. പഴം കടിക്കണോ? മാറ്റ്. ഈ പണ്ടാരത്തിന് വീട്ടിനകത്തിട്ട് കളിപ്പിക്കരുത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളല്ലേ. ഇത് നമ്മളെ പോലെ ഒരു ജീവിയല്ലേ അച്ഛാ? നമ്മളെ പോലെയോ? എടി അതൊരു പട്ടിക്കുട്ടിയാണ്. അതിനെ കിടക്കാൻ വേണ്ടിയിട്ടാണ് പുറത്ത് കൂടുണ്ടാക്കിയിട്ടുള്ളത്. ഇന്നലെ തന്നെ അത് ആ സോഫയിൽ കയറി കിടന്നിട്ട് അത് മൊത്തം അതിന്റെ രോമവും ഒരു വൃത്തികെട്ട നാറ്റവും. മോളു അതിന് പുറത്താ കൂട്ടി കൊണ്ടാക്ക്. എന്നിട്ട് കൈയും കാലൊക്കെ സോപ്പിട്ട് നന്നായിട്ട് കഴുക. ചെല്ല് 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 ചെല്ല്. ആ എടുത്താ ചെല്ല്. ഗുഡ് 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 ഗേൾ ഗുഡ് ഗേൾ. പറഞ്ഞ ഞങ്ങൾക്ക് മനസ്സിലാവും. ഇതെന്താ അങ്ങോട്ട്? ഞാൻ എന്റെ മുറി കൊണ്ടേ കളിപ്പിച്ചോളാം. അപ്പൊ ഒരു കാര്യം പറഞ്ഞ് അനുസരിക്കാൻ നിനക്ക് എന്താ ഇത്ര ബുദ്ധിമുട്ട്? കൊണ്ടാക്കടേ എന്നെ കൂടുതൽ. അപ്പു അതിനെ കൊണ്ട് കൂട്ടിലാക്ക്. അച്ഛൻ പറയുന്നത് കേക്ക്. ആ സേതു, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പരസ്യത്തിലൊന്നും ഞാൻ അഭിനയിച്ചിട്ടില്ലല്ലോ. പരസ്യത്തിന് വേണ്ടി ചെയ്തതൊന്നല്ലത്. വൈറലായിക്കോട്ടെ, എനിക്കതൊന്നും പ്രശ്നമല്ല. സേതൊരു കാര്യം ചെയ്യ്, അതെൻ്റെ വാട്സപ്പിലോട്ട് നയക്ക്. ശ്രീനിവാസന്റെ വീഡിയോ വന്നതിന് ശേഷം ഒരു അനക്കമൊക്കെ വെച്ചിട്ടുണ്ട്. വരട്ടെ വരട്ടെ, അനക്കം വരട്ടെ. പ്രൊഡക്ഷനൊക്കെ ഇത്തിരി കൂടി കൂട്ടണം. ദൈവമേ, ശ്രീനിവാസൻ സാറോ? സാറേ, സാറിന്റെ കാര്യം പറഞ്ഞപ്പോൾ നാവ് എടുത്തേ ഉള്ളൂ. ഇന്ന് ഉച്ചയ്ക്ക് ശേഷാ. ഓ, ഞാൻ ടോട്ടൽ ഫ്രീയാ. ഓ ഓ പവിഴമല്ലിപ്പൂത്തുലഞ്ഞ നീലവാനം പ്രണയാലി പുഞ്ചിരിച്ച ദിവ്യയാ. വെറുതെ ഒന്ന് കാണാനല്ലേ അങ്ങനെ വിളിപ്പിച്ചത്, അല്ലാതെ സിനിമയിൽ അഭിനയിപ്പിക്കാറൊന്നുമല്ലല്ലോ. ആർക്കറിയാം, ഉച്ച തിരിഞ്ഞ് വീട്ടിലേക്കൊന്ന് ചെല്ലുമെന്ന് ചോദിച്ചിട്ടുള്ളൂ. എന്തായാലും മൂപ്പർക്ക് എന്നോടൊരു അടുപ്പം ഫീൽ ചെയ്തിട്ടുണ്ട്. ആ വലിയ വലിയ സുഹൃത്ത് ബന്ധങ്ങളെ കൂടുതലെടുക്കുന്നത് ഇങ്ങനെയാണ്. സിനിമയിൽ എനിക്ക് മീറ്റ് ചെയ്യണമെന്ന് തോന്നിയിട്ടുള്ള ഒരേ ഒരു സെലിബ്രിറ്റിയാ ശ്രീനിവാസൻ. എങ്കിൽ നീയും വാ. നീ മാത്രമാക്കണ്ട, മോളെയും കൂടി കൂട്ടിക്കോ. അതൊന്നും അദ്ദേഹത്തിന് ഇഷ്ടാവില്ല. നന്ദേട്ടൻ പോയിട്ട് വാ. എടി, നീ സ്ക്രീനിൽ കാണുന്ന ആളെയല്ല ശ്രീനിവാസൻ. ഭയങ്കര ഭയങ്കര ഫ്രണ്ട്ലിയാ. നീ വേറെ റെഡിയാവും. ഇതൊക്കെ എന്തിനാച്ചാ ഈ ചെടിയും വള്ളിയൊക്കെ? ജൈവ കൃഷിയിൽ താല്പര്യമുള്ള ആളുകൾക്ക് ഇങ്ങനെ ചില സാധനങ്ങൾ കിട്ടുന്നത് വലിയ ഇഷ്ടമാണ്. വണ്ടി നന്ദേട്ടൻ ഓടിച്ചു. വേണ്ട വേണ്ട വേണ്ട, നീ ഓടിച്ചാൽ മതി. കണ്ടില്ലേ മോളെ അച്ഛൻ്റെ ഈഗോ? എന്റെ വീട്ടുകാർ തന്ന കാറായത് കൊണ്ടാ ഈ ദുരഭിമാനം. അച്ഛൻ്റെ ഇവിടുത്തെ ലൈസൻസ് എക്സ്പയറി ആയി. പിന്നെ ദുബായ് ലൈസൻസ് ഇങ്ങോട്ട് മാറ്റണമെങ്കിൽ ആ ആർടിഒഫീസിന് അവിടെ പോയിട്ട് കാത്തു കെട്ടി കിടക്കണം. ഈ തിരക്കൊക്കെ ഒന്ന് ഒഴിഞ്ഞിട്ട് മാറ്റാന്ന് വിചാരിച്ചിട്ടാ. അല്ലാതെ നമുക്ക് എന്തൊന്നും ഈഗോ. നീ നോക്കിക്കോ അപ്പു, സ്വന്തമായി വേറെ കാറ് വാങ്ങുന്നത് വരെ അച്ഛൻ ലൈസൻസ് പുതുക്കില്ല. നീ വണ്ടി എടുക്ക്. നമസ്കാരം സാർ. ആ, അധികം വൈകാതെ തനിക്കൊരു വക്കീൽ നോട്ടീസ് വരും. അത് പറയാനാണ് വിളിച്ചത്. അയ്യോ, എന്തിനാണ് സാർ? പേഴ്സണലായിട്ട് ഞാൻ തന്ന സ്റ്റേറ്റ്മെന്റ് വെച്ച് തൻ്റെ മസാലപ്പൊടിയുടെ പരസ്യം ചെയ്യാൻ ആരോട് തനിക്ക് അനുവാദം തന്നത്? അയ്യോ സാർ, പരസ്യമായിട്ടൊന്നുമില്ല. എൻ്റെ ഫാമിലി ഗ്രൂപ്പിലും ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്തു, അത്രേ ഉള്ളൂ. അതൊക്കെ എനിക്ക് കോടതി പറഞ്ഞാൽ മതി. തൻ്റെ പേരിൽ ഞാൻ ചീറ്റിംഗ് കേസാണ് കൊടുക്കാൻ പോകുന്നത്. IPC 420 പ്രകാരം 3 വർഷം മുതൽ 7 വർഷം വരെ തടവ് ശിക്ഷ കിട്ടും. അതിൻ്റെ കൂടെ സൈബർ ക്രൈം കൂടി ചേരുമ്പോൾ 2 വർഷം വേറെയും കിട്ടും. അപ്പോൾ പിന്നെ തൻ്റെ മസാലപ്പൊടി ജയിലിൽ വെച്ചുണ്ടാക്കാം. സോറി സാർ, ഞാനിത് ഇപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്തേക്കാം. അറിയാതെ പറ്റിപ്പോയതാ, സോറി. എൻ്റെ ഭാര്യയും മോളുമാണ് സാർ. സാറിന് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കൂടെ കൂട്ടിയതാ. ഇത് ഇപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്തേക്കാം. പണ്ട് ഞങ്ങൾ അജ്മാനിലെ സുഹൃത്തുക്കളായിരുന്നു. ആ സൗഹൃദത്തിൻ്റെ പേരിൽ തമാശകൊന്നും തട്ടിക്കറിയതാ. ഓ, ഞാൻ പേടിച്ചു പോയി. ഹലോ 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 ലോറൻസ്. ലൈൻ കട്ടായി. അല്ല, ആളെ കിട്ടിക്കഴിഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് ഡിലീറ്റ് ചെയ്തേക്കാം. ഇനിയിപ്പോൾ ഡിലീറ്റ് ഒന്നും ചെയ്യണ്ട, എല്ലാവരും കണ്ടു കഴിഞ്ഞല്ലേ. പക്ഷെ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് പാടില്ല. അതൊരിക്കലും ഉണ്ടാവില്ല സാർ. മായം ചേർത്തൊരു സാധനം പ്രവാസിന്ന് പുറത്തേക്ക് പോവില്ല. അത് മതി. സർ,
ഞങ്ങൾക്കൊരു സെൽഫി. പിന്നെന്താ, സെൽഫി എടുത്ത് ഒരു കാപ്പിയും കുടിച്ചിട്ട് പോയാൽ മതി. കുറച്ച് കുരുമുളകിന്റെ തൈയാണേ. ആ നന്ദനെന്താ ഈ ഫാമിലിയിലല്ലേ? കഴിഞ്ഞോ ഇപ്പൊ കഴിയേ കഴിഞ്ഞോ ഗുഡ്. താങ്ക് യു ഡോക്ടർ. ഓക്കെ വെൽക്കം. പോര് പോര്. ആരാ ദുബായിലെ ജോലി പോയല്ലേ? പോയതല്ല, കളഞ്ഞതാ. ഓ, കുക്കിക്ക് വാക്സിൻ എടുത്തോ അമ്മ? അച്ഛൻ കൊണ്ടുപോയിട്ടുണ്ട്. ഇതെന്താ കാർ എടുത്തില്ലേ? ആ കാരവൻ എടുക്കില്ലല്ലോ. ശ്ശേ. കുക്കി എവിടെ? എവിടെ പോയത്? അച്ഛൻ അതിനെ കൊണ്ട് കളഞ്ഞോ? ഇതിലുണ്ടായിരുന്നേ. പിന്നെ എവിടെ പോയി? ഓ, ആ ജംഗ്ഷനിൽ ഒരു കാറുകാരന് വഴി പറഞ്ഞു കൊടുക്കാൻ നിർത്തിയിരുന്നു. അപ്പ ചാടിപ്പോയതായിരിക്കും. ഇപ്പൊ പിടിച്ചോണ്ടിരാം. കണ്ണുരുട്ടണ്ട, കൊണ്ടുവരാന്ന് പറഞ്ഞാ കൊണ്ടുവരാം. നീ പോയി ഡ്രസ്സ് മാറും, അത് പോവൊന്നുമില്ല. ഹലോ, പോലീസല്ലേ? അപ്പു ഒന്ന് എന്തെങ്കിലും കഴിക്കേ. ഫുഡ് കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ കുക്കിയെ തിരിച്ചു കിട്ടുമോ? അച്ഛനൊരു ശ്രദ്ധക്കുറവ് പറ്റി. ഐ എം സോറി. ഒരു പട്ടിക്കുഞ്ഞല്ലേ, അതിനേക്കാൾ നല്ല ഒരെണ്ണത്തിന് നമുക്ക് വേറെ വാങ്ങാം. എന്നെയാണ് കാണാതായതെങ്കിൽ അച്ഛൻ വേറൊരെണ്ണത്തിനെ വാങ്ങി അമ്മയ്ക്ക് കൊടുക്കോ? നിന്നെ പോലെയാണോ പട്ടിക്കുഞ്ഞ്? അച്ഛന് ഞാൻ എങ്ങനെയാണോ അതുപോലെ എനിക്ക് കുക്കി. യു ഡോണ്ട് ഗെറ്റ് ഇറ്റ്. അച്ഛൻ അറിയാതെ പറ്റിയതല്ലേ മോളെ? അറിഞ്ഞോണ്ട് തന്നെയാ, എനിക്ക് ഉറപ്പാ. ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളതല്ലേ അതിനെ എവിടെ കൊണ്ട് കളയുന്ന. ഒരു ചാൻസ് കിട്ടിയപ്പോൾ അതങ്ങ് ചെയ്തു. ദൈവമേ, ഏത് നേരത്താണാവോ അതിനെ കുത്തിവെക്കാൻ കൊണ്ടുപോകാൻ തോന്നിയത്? എൻ്റെ ജോലി ആകെ ഒരു 2 മിനിറ്റാണ് ആ സ്കൂട്ടറിൽ നിന്ന് നിർത്തി കാറുകാരനുമായിട്ട് സംസാരിച്ചത്. അതിനിടയിൽ ചാടി പോകുന്ന ആരെല്ലാം വിചാരിച്ചോ? എന്തിനാ സ്കൂട്ടർ കൊണ്ടുപോയേ? കാർ ഉണ്ടായിരുന്നില്ലേ ഇവിടെ? അതെടുത്തില്ല. ഈഗോ. അമ്മയുടെ സ്വത്തല്ലേ? നിർത്തേ. കുറെ നേരമായി തുടങ്ങിയിട്ട്. മനുഷ്യൻ ഇവിടെ 100,000 കൂട്ടം കാര്യങ്ങളായിട്ട് ഓടി കിടക്കുമ്പോഴാണ് അവളുടെ ഒരു പട്ടിപ്രേമം. എനിക്ക് അതിന് ഇഷ്ടമല്ല. വൃത്തികെട്ട ജന്തു. ഞാൻ തന്നെ അതിനെ കൊണ്ടുപോയി കളഞ്ഞത്. അതങ്ങ് സമ്മതിച്ചാ മതി. ആ, സമ്മതിച്ചു. എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം പറയാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു ഞാൻ. എല്ലാവരും കൂടെ ഉള്ളപ്പോൾ ഒരു സർപ്രൈസ് ആവട്ടെ എന്ന് കരുതി. അപ്പോഴെ 2 പേരും കൂടി ഞാൻ കടിച്ചു കീറുന്നത്. ഇനി ഞാൻ പറയുന്നില്ല. കാര്യം എന്താന്ന് പറ ജൂലി. നിനക്ക് സന്തോഷമുള്ള കാര്യം എന്ന് പറയുമ്പോൾ അത് എനിക്കും കൂടി സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമല്ലേ? എനിക്കിന്ന് PSCയുടെ മെമ്മോ കിട്ടി. ജോലിക്ക് ജോയിൻ ചെയ്യാൻ. ഇതല്ലേ ആദ്യം പറയേണ്ടിയിരുന്നത്. എവിടെയാ പോസ്റ്റിംഗ്? വയനാട് കളക്ടറേറ്റിൽ. പക്ഷെ ഞാൻ പോകുന്നില്ല. അതെന്താ? ഞാനിവിടെ ഉള്ളപ്പോൾ തന്നെ ഇങ്ങനെ അടി കൂടുന്ന അച്ഛനെ മോളെ മാത്രമാക്കിയിട്ട് ഞാൻ എങ്ങനെ പോകും? അല്ല, അതിപ്പോ ഞാൻ പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. ഒരു ഗവൺമെന്റ് ജോലി എൻ്റെ ഏറ്റവും വലിയ ഡ്രീമായിരുന്നു. എൻ്റെ ഫാമിലിയുടെ മുമ്പിൽ ഞാൻ ചൂസ് ചെയ്ത ലൈഫ് ശരിയായിരുന്നു എന്ന് പ്രൂവ് ചെയ്യാനുള്ള ഒരു പ്രൗഡ് മൊമെന്റ്. എനിക്കതിനുള്ള യോഗ ഇല്ലാന്ന് വിചാരിച്ചോളാം. ജോലി, ഞാൻ മോളോട് വഴക്കിട്ടതൊക്കെ നിനക്ക് ഈ ജോലിയെ വേണ്ടാന്ന് വെക്കാനുള്ള റീസണാണ്. ഒരു വർക്ക്ഷോപ്പുകാരൻ്റെ കൂടെ പോയതുകൊണ്ട് പല സ്ഥലത്തും നീ ഒതുങ്ങി പോയിട്ടുണ്ട്.
PSCയുടെ റാങ്ക് ലിസ്റ്റിൽ അവസാനത്തെ ചാൻസ് ആയിട്ട് ലോട്ടറി പോലെ ഇപ്പൊ കിട്ടിയ അപ്പോയിന്റ്മെന്റ് അതിനൊക്കെ ഉള്ളൊരു മറുപടിയാ. അത് മാത്രമല്ല നന്ദേട്ട, ഇത്രയും കാലത്തിനിടയ്ക്ക് എത്ര ദിവസമാണ് നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞിട്ടുള്ളത്? ഇനി എപ്പോഴാ? ജോലിയേക്കാളും എനിക്ക് വലുത് നമുക്കിപ്പോൾ ഉള്ള ഈ സെക്യൂരിറ്റിയും നമ്മുടെ ഈ ചെറിയ ലോകമൊക്കെ തന്നെയാണ്. അത് മതി എനിക്ക്. ഒക്കെ ശരിയാണ്. നമുക്ക് ഈ ജോലി ഒരു എക്സ്ട്രാ ഇൻകം ആയിട്ട് കാണണ്ട. നിന്റെ ഹാർഡ് വർക്കിന്റെ റിസൾട്ടാണ്, നിന്റെ അഭിമാനമാണ്. ജോലി സ്ഥലം കുറച്ച് ദൂരെയാണെന്നല്ലേ ഉള്ളൂ. ഇങ്ങോട്ടേക്കൊരു ട്രാൻസ്ഫർ കിട്ടിയ പ്രശ്നം തീർന്നില്ലേ? എന്തായാലും ഈ ജോലി കളയാൻ ഞാൻ സമ്മതിക്കില്ല. മധുര സൂപ്പർ മാർക്കറ്റ് സ്റ്റാൻഡിലെത്തിയിട്ട് വൈക്കം, തലയോലപ്പുറമ്പ്, ഏറ്റുമാനൂർ, കോട്ടയം, കുമളി, കമ്പംകട്ടൻ, ഉഷ്ണാമ്പറ്റ വഴി പോകുന്ന മധുര ബസ് സ്റ്റാൻഡിലെത്തിയിട്ടുണ്ട്. ഒരു ടാക്സി വിളിക്കാനുള്ള പൈസയൊക്കെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഇപ്പോഴും ലേറ്റ് ആയിട്ടൊന്നുമില്ല. ഒരാൾക്ക് മാത്രം പോകാൻ എന്തിനാ ടാക്സി? മാത്രമല്ല ഇതാ സേഫ്. എന്നാലും ഇത്രയും ദൂരം ഒറ്റയ്ക്ക് ഇങ്ങനെ മോക്ക് എക്സാം ആയതുകൊണ്ടല്ലേ. സേവറെങ്കിലും ആൻറ്റി ഞാൻ ചെല്ലുമ്പോഴേക്കും ബസ് സ്റ്റേഷനുണ്ടാവും, ഒരു പേടിയും വേണ്ട. അച്ഛൻ എന്തെങ്കിലും വഴക്കിട്ട നേരെ ഫോൺ എടുത്ത് എനിക്കൊരു വോയിസ് നോട്ട് ഇട്ടാൽ മതി. ദൂരെയാണെങ്കിലും നിന്റെ അച്ഛനെ നിലയ്ക്ക് നിർത്താനുള്ള മരുന്നൊക്കെ അമ്മയുടെ കയ്യിലുണ്ട്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യനുമായ ദൈവമേ, സമൃദ്ധമായി ജീവൻ നൽകി അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത്. അമ്മേനെ ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു. ഫോൺ എടുക്കാൻ പോയിട്ട് ശ്വാസം വിടാൻ പോലും സമയമില്ലപ്പോൾ. അങ്ങനെ ഓഫീസ് ടൈമൊന്നുമില്ല. ചിലപ്പോൾ സന്ധ്യയാകും തിരിച്ചു പോകാൻ. ഇപ്പൊ വയനാട് പ്രകൃതി രമണീയാന്നൊക്കെ പറഞ്ഞിട്ട് പ്രകൃതി രമണി. ഇവിടെ വന്നിട്ട് ആകാശം പോലും ശരിക്കും കാണാൻ പറ്റിയിട്ടില്ല. ബോംബിന്റെ കൂടെ വെക്കുന്ന ആ ക്ലോക്കില്ലേ, അതേപോലെ സമയം പറക്കുന്നത്. എൻ്റെ അമ്മോ, സർക്കാർ ഓഫീസിന്റെ ഒരഴപ്പും ഇവിടെ നടക്കത്തില്ല. എൻജോയ് യുവർ ഡ്രീം അമ്മ. പ്രയർ കഴിഞ്ഞ് ആരാ നിന്നെ ഡ്രോപ്പ് ചെയ്യുക? അച്ഛൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ അവിടെ നിന്ന് കഴിക്കാൻ നിൽക്കില്ല. മേഡം, പക്ഷെ നസ്രാണി ഫുഡിനോട് വിരോധമൊന്നും ഉണ്ടാവില്ല. നീ അമ്മച്ചിയോട് പറഞ്ഞ അച്ഛനും കൂടി ഉള്ളതങ്ങ് പൊതിഞ്ഞെടുത്തു. അത് അമ്മച്ചി ഓൾറെഡി പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അമ്മ രാത്രി വിളിക്കുവോ? വിളിക്കാം. ജൂലിയറ്റ്, സർ, ഈ സാധനം ഇവിടെ എല്ലാവരുടെയും കയ്യിലുണ്ട്. പക്ഷെ ഞങ്ങളാരും ഇത് ഓഫീസ് ടൈമിൽ ഉപയോഗിക്കാറില്ല. സോറി സർ. ആ, അതെ, ടെക്സ്റ്റ് ചെയ്താൽ മതി. കോൾ ചെയ്താലേ അങ്ങനെ നോട്ടേ ഉള്ളൂ. ചേച്ചി ഇതിന്റെ പാറ്റേൺ മാറ്റിയായിരുന്നോ? എന്തേ? അല്ല, എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിക്കാനാ. പുള്ളി എൻ്റെ നമ്പർ അറിയാതെ ബ്ലോക്ക് ചെയ്തു. പിന്നെ വാട്സാപ്പിൽ വിളിക്കണം. അതും ബ്ലോക്കായി. ഇൻസ്റ്റഗ്രാം? അതും. മനസ്സിലായി. അത്തേക്കുട്ടി നാണില്ലാത്തവനെ ഒരാൾ ബ്ലോക്ക് ചെയ്താൽ പിന്നെ പറയാൻ നടക്കരുത്. അയ്യ, ഇതങ്ങനെ ശത്രുത ഉണ്ടായിട്ടൊന്നുമല്ല. ഞങ്ങൾ ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അറിയാതെ ഐ ലവ് യു പറഞ്ഞു. അറിയാതെ ഐ ലവ് യു? യെസ്. നമ്പർ പറ. 9895133776. എന്താടാ ഇതൊന്ന് നിർത്തി പറ. 9895133776. ഹലോ, ഹായ് അപർണ, ഞാൻ സംഗീത. മോളുടെ കട്ട ഫാൻ രോഹിതിൻ്റെ ചേച്ചിയാണ്. കട്ടയല്ലേ? ഞാൻ അവനൊന്ന് ഫോൺ കൊടുക്കാം. ഓവർ ആക്കില്ലെന്ന് ഞാൻ ഉറപ്പ് തരുന്നു. ഹലോ. ഓ, വീട്ടുകാരെ ഇറക്കി കളിക്കുകയാണോ? അത്
ബ്ലോക്ക് ചെയ്ത ഷോക്കിൽ ഞാനങ്ങ് ഇല്ലാണ്ടായി. അപ്പോൾ അതൊന്ന് സോൾവ് ചെയ്യാൻ വേണ്ടി. വെറുതെ സമയം കളയണ്ട രോഹിത്ത്. ഞാൻ ലേശം ഓൾഡ് സ്കൂളാ. ഓൾഡ് സ്കൂളാ? ഇതൊക്കെ വേസ്റ്റ് ഓഫ് ടൈമാ. സമയമാകുമ്പോൾ എൻ്റെ ഇഷ്ടം നോക്കി അച്ഛനും അമ്മ എനിക്ക് കുറേ ഓപ്ഷൻസ് തരും. അപ്പോൾ ഐ പിക്ക് ദ ബെസ്റ്റ് ഫ്രം ദം. സിമ്പിൾ അല്ലേ? അതിലും ബെസ്റ്റ് ഞാനാണെങ്കിലോ? അതെൻ്റെ അച്ഛനും അമ്മയ്ക്കും കൂടി തോന്നണ്ടേ? ഇന്ന് മുതൽ അവരെ ഇമ്പ്രസ് ചെയ്യാനുള്ള ശ്രമം ഞാൻ തുടങ്ങിക്കഴിഞ്ഞു. അമ്മ ഇമ്പ്രസ് ചെയ്യാൻ ഇനി വയനാട് വരെ പോകേണ്ടി വരും. അച്ഛൻ ഇവിടെ ഉണ്ട്. കാണുമ്പോൾ സോഫ്റ്റാ, പക്ഷെ ആളിത്തിരി ടെററാ. ടെറർ സോഫ്റ്റ് ആക്കിയാൽ പോരെ? ഏതൊരു ഫാദറിൻ ലോയും കൊതിക്കുന്ന സണ്ണിൻ ലോ ആയിരിക്കും ഞാൻ. എന്നാ സണ്ണിലോ ചെല്ല്, എനിക്കിവിടെ കുറച്ച് ജോലിയുണ്ട്. അയ്യോ വെക്കില്ല. എപ്പോഴും ചേച്ചിയുടെ ഫോൺ കിട്ടത്തില്ല. ലേശ അഹങ്കാരിയാ. സോ പ്ലീസ് ഒന്ന് അൺബ്ലോക്ക് ചെയ്യോ? ആലോചിക്കാം. കുഴപ്പമില്ലാതൊക്കെ പോണു. ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു ഗ്രോത്ത് ഞാൻ പ്രതീക്ഷിച്ചില്ല. അല്ലെങ്കിൽ നല്ലത് തിരിച്ചറിയാൻ നമ്മുടെ മലയാളികൾക്ക് അറിയാം സർ. ഇത്തിരി ക്ഷമയോടുകൂടി കാത്തിരിക്കണമെന്ന് മാത്രം. നന്ദൻ, പ്രവാസി മല്ലിപ്പൊടി ഉണ്ടോ? അരുണിനോട് ഞാൻ പറഞ്ഞിരുന്നു ഈ തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് കണ്ടോളാം. ശരി നന്ദൻ, അങ്ങനെ ആവട്ടെ. ചേട്ടി പ്രവാസി മുളക് പൊടി എവിടെയാ? എന്താ മേട്ടാ പോയാ? ഞാൻ വരുന്ന വെയിറ്റ് ചെയ്യാൻ പറയാറുന്നില്ലേ? പോണെങ്കിൽ പോട്ടെ. ആ ഡെസ്പാച്ചിലെ മുരളിയെ പാക്കിങ്ങിൽ നിർത്ത്. ഓ നന്ദി കെട്ട വർഗങ്ങൾ. എന്തൊരു സാറേ? ഫാക്ടറിയിലൊരു പയ്യൻ കമാന്നൊരു അക്ഷരം പറയാതെ മുങ്ങിക്കളഞ്ഞേ. ഈ നാട്ടുകാർക്ക് ഒരു ഗുണമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചുറ്റുവട്ടത്തുള്ളവരൊക്കെ ജോലിക്ക് വെച്ചത്. പക്ഷെ ആത്മാർത്ഥത എന്ന് പറഞ്ഞൊരു സാധനം ഒരെണ്ണത്തിനില്ല. നമ്മളിവിടെ മറുനാട്ടുകാരെ പണിക്ക് വയ്ക്കാറുണ്ട്. അതാ ബെസ്റ്റ്. ഇനി വല്ല ബംഗാളികളോ ബീഹാറികളോ പണി അന്വേഷിച്ചോട് വരികയാണെങ്കിൽ ഒന്നങ്ങോട്ടേക്ക് അയച്ചേക്കണേ. ഇതാ സാറ് വെച്ച പ്രവാസി. പ്രവാസിയോ? ഏത് പ്രവാസി? ഞാൻ ചോദിച്ചില്ല, അവിടെ തന്നെ കൊണ്ട് ചോദിച്ചു. അക്ഷയ സൂപ്പർ മാർക്കറ്റ്, ഇരുമ്പ് പാലം ആലപ്പുഴ. ആ രാജീവൻ സൂരജൊക്കെ ഇവിടെ. അവർ രണ്ടുപേരും ലീവാക്കിയേ. അവരേതോ കൂട്ടുകാരൻ്റെ പെങ്ങളുടെ കല്യാണമെന്നും പറഞ്ഞു. അപ്പം ആലപ്പുഴയ്ക്കുള്ള ലോഡ് പോയത് തന്നെ. ഈ പെങ്ങന്മാരും ഫ്രണ്ട്സും ഒന്നും ഇല്ലാത്ത ആൾക്കാരെ ജോലിക്ക് വെച്ചൂടെ? അല്ല, അത് പറയാനാ ഞാൻ വന്നത്. പുറത്തെ ഒരു ബംഗാളി പയ്യൻ വന്നിട്ടുണ്ട് ജോലി അന്വേഷിച്ചിട്ട്. ആളെങ്ങനെയുണ്ട്? കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല. രാമേട്ടൻ ഹിന്ദിയിൽ എങ്ങനെയാ? ഹിന്ദിയിൽ ഞാൻ മോശം. ഞാനും മോശം. എന്നാലും വിളിക്കേ. അതെ, പുറത്തൊരു പയ്യൻ നിൽക്കുന്നുണ്ട്. അവനെ വിളിച്ച അദ്ദേഹം ഈ സ്ഥാപനത്തിന്റെ ഓണർ. നമസ്തേ സാർജി. അത് വേണ്ട. क्या नाम है मेरा? मेरा नाम रबींद्र चट्टोपाध्याय। हाँ। यहाँ बड़ा बड़ा काम है। जी साहब, कोई मुश्किल नहीं है। मुझे तुझे എന്തായാലും പറയാ മറ്റേ मुझको കുറച്ച് മലയാളം അറിയും സാർ. സോ പ്ലീസ് ഡോണ്ട് വെറി. ഓ അത് നന്നായില്ല. നിന്നെ കണ്ട ഒരു പണിയെടുക്കുന്ന ലക്ഷണം ഇല്ലല്ലോ. ആക്ച്വലി ഐ എം എ സ്റ്റുഡൻറ്റ്. डॉक्टर आगनम उनकी। मेडिकल एंट्रेंस रिपीट ना। मेरा पिताजी एक शॉप से सिक्योरिटी है, उसका पास पैसा नहीं है तो फीस അടക്കാൻ കൊടുക്കാൻ. സോ ഐ ബാഡ്ലി നീഡ് എ ജോബ് സാർ. ഗുഡ് വെരി ഗുഡ്. ഇനിയും കുറേ സ്വപ്നങ്ങളുണ്ട് സാർ. അതെന്തൊക്കെയാ? MBBS കഴിഞ്ഞ് സിവിൽ സർവീസ് പോകണം. ഓ അപ്പൊ ചെറിയ സ്വപ്നങ്ങളൊന്നും അല്ല. ഇതിലും വലിയ ബഡാ സ്വപ്നങ്ങളൊക്കെ ഉണ്ട് സാർ. അതെന്താ ബഡാ സ്വപ്നം? അത് IAS കഴിഞ്ഞ് MBBS കഴിഞ്ഞ് അപ്കാ സാത്ത് ബോലേഗ. MBBS IAS അവിടെ ഇരിക്കട്ടെ. ഇവിടുത്തെ പണികളിൽ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചാൽ പിന്നെ നിന്റെ ബംഗാളി ചെന്നിട്ട് നിനക്ക് ബോധം തിരിച്ചു കിട്ടും. അത് സംശയം. നിന്റെ പേരെന്താ പറഞ്ഞു? രബീന്ദ്ര ചതോപാധ്യായ. അപ്പൊ ചതോപാധ്യക്ക് ഇവിടുത്തെ പണികൾ ഓരോന്നായിട്ട് കാണിച്ചു കൊടുത്തേ. വാങ്കത്തം. തമിഴോ? ഈ മലയാളം അറിയാത്ത ആരോടും സംസാരിക്കാൻ പറ്റുന്ന ഒരേ ഒരു ഭാഷ തമിഴാണ്. വാങ്കത്തം. ഒരു മിനിറ്റ്. ഇനി അത് വന്ന് മുതല്ല ഇതെല്ലാം പാക്ക് பண்ணு. ഉറങ്ങിക്കൊണ്ട് പഠിക്കായിരിക്കില്ലേ? കണ്ണടഞ്ഞു പോയതറിഞ്ഞില്ല. ജ്യൂസ് കുടിക്കേ, ഉറക്ക ക്ഷീണം മാറട്ടെ. അടുത്ത വർഷം നമുക്കൊരു ഇന്ത്യ ടൂർ പോണേ. എങ്ങോട്ട്? ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കൊന്നുമല്ല,
ഓരോ സ്ഥലങ്ങളിലും കുട്ടികൾ എത്ര കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്, പഠിക്കുന്നത്, ഇതൊക്കെ ഒന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ. ഇന്ന് ഫാക്ടറിയിലൊരു ബംഗാളി പയ്യൻ ജോയിൻ ചെയ്തു. കഷ്ടപ്പെട്ട് കുടുംബം പുലർത്താൻ വേണ്ടി മാത്രമല്ല, അവന് പഠിച്ച് ഒരു ഡോക്ടർ ആവണം. അതിനുള്ള പൈസ അവൻ തന്നെ ജോലി ചെയ്തുണ്ടാക്കുക. പോക്കറ്റ് മണി തന്നാ മതി, ക്ലാസ് കഴിഞ്ഞ് ഞാനും വരാം ജോലിക്ക്. നിനക്ക് തമാശ. അവൻ പറഞ്ഞ ചില കാര്യങ്ങൾ കേട്ടിട്ട് എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. MBBS കഴിഞ്ഞിട്ട് അവന് സിവിൽ സർവീസിന് പോകണമെന്ന്. മഞ്ഞപ്പൊടിയുടെ മുളക് പൊടിയുടെ ഒക്കെ ഇടയ്ക്ക് കിടന്ന് കിട്ടുന്ന സമയമൊക്കെ കഷ്ടപ്പെട്ട് പഠിക്കുക കുട്ടി. ആഗ്രഹങ്ങളാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഫയർ. അവൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം അവനൊരു നല്ല നിലയിലെത്തുന്നത്. ഇയാളുടെ പേരെന്താ? രവീന്ദ്ര ചതോപാധ്യായ. ടാഗോറിന്റെ നാട്ടുകാരനല്ലേ, ആ ഓർമ്മക്കിട്ട പേരായിരിക്കും. അതിൻ്റെ ഒരു ഐശ്വര്യമുണ്ട്. കുടിച്ചോ, എന്നിട്ട് പഠിച്ചോ. എന്താണ് പെട്ടെന്നൊരു തുമ്മലും ചീറ്റലും? അറിയില്ല, ചിലപ്പോഴേ എൻട്രൻസിന്റെ സ്ട്രെസ് ആയിരിക്കും. ഇത് കഴിഞ്ഞിട്ട് ഈ ചുക്ക് കാപ്പി കുടിക്കും. കുടിക്കാം. അതെ, രാത്രി അധികം മഴകാട് കിടന്നോ? ഹലോ, തുമ്മി കേമോ നാച്ചോ? തുമ്മി കേമോ നാച്ചോന്ന്. ചതോപാധിക്ക് ബംഗാളി മനസ്സിലാവില്ലേ? മനസ്സിലായി. ഉച്ച മുതൽ തുമ്മിക്കൊണ്ടിരിക്കുകയാണ്. തല്ലുകൊള്ളുമ്പോ കരയാനുള്ള ബംഗാളിയെങ്കിലും പഠിച്ചു വെച്ച ചതോപാധ്യായെ. ഏയ്, ഫാദറിലോ ഭയങ്കര പാവ. ഇന്നൊരു ലോഡ് സ്നേഹം ഞാൻ പൊടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിനി ബംഗാളിയായി ജീവിക്കാനാണോ ഉദ്ദേശം? കുറച്ചാലും മാത്രം. ഈ മോനൊരു മലയാളിയായിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്ന ആ നിമിഷം ഞാൻ സത്യം പറയും. മിക്കവാറും അതാവും തന്റെ അവസാനത്തെ നിമിഷം. കുട്ടി പേടിപ്പിക്കാൻ നോക്കണ്ട, ചതോപാധ്യ കുലിങ്ങില്ല. ഓ സോറി, അതിവിടെ തുമ്മിയതാ. ശരി, അപ്പൊ ജീവനോടെ ബാക്കിയുണ്ടെങ്കിൽ വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.